കർത്താവിന്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ ദൈവവചനം ചിന്തിക്കാൻ പഠിക്കുവാൻ ഒരവസരം കൂടെ കർത്താവ് ഒരുക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ കർത്തദാസന്മാർക്കും ദൈവമക്കൾക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. ഇന്ന് രാത്രിയും കർത്താവ് നമ്മെ തൻ്റെ വചനത്തിലൂടെ അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചനത്തിന് മുൻപാകെ ആയിരിക്കാം. ദൈവരാജ്യത്തെ പലതിനോട് സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് കർത്താവ് അതിനകത്തൂടെ പഠിപ്പിക്കുന്ന പാഠങ്ങളാണ് നമ്മൾ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ടത്. അതിലേറ്റവും ഒടുവിലായിട്ട് നമ്മൾ ചിന്തിച്ചത് കടുകുമണിയുടെ വളർച്ചയെ സംബന്ധിച്ചാണ്. ഇന്ന് രാത്രി അതിൻ്റെ ഒരു ഭാഗം കൂടെ ഞാനൊന്ന് പറഞ്ഞിട്ട് ആ ഉപമ ഞാൻ അവസാനിപ്പിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്ന ഒരു പദം വളരെ കുറച്ച് മറ്റ് രണ്ട് സുവിശേഷങ്ങളിലും ഇല്ലാത്ത ഒരു പ്രത്യേക വാക്ക് മർക്കോസ് ഉപയോഗിക്കുന്നുണ്ട്. അവിടെ ആ വാക്യത്തിലേക്കൊന്ന് വരാം. 30, 31, 32 4-ാം അധ്യായത്തിന്റെ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന് 30, 31, 32 വാക്യങ്ങൾ. ചില വാക്യം വായിക്കാം. പിന്നെ അവൻ പറഞ്ഞത്, ദൈവരാജ്യത്തെ എങ്ങനെ ഉപമിക്കേണ്ടു? ഏത് ഉപമയാൽ അതിനെ വർണ്ണിക്കേണ്ടു? അത് കടുകുമണിയോട് സദൃശ്യം. അതിനെ മണ്ണിൽ വിതയ്ക്കുമ്പോൾ ഭൂമിയിലെ എല്ലാ വിത്തിലും ചെറിയത്, എങ്കിലും വിതച്ച ശേഷം വളർന്ന് സകല സസ്യങ്ങളിലും വലുതായി തീർന്നു. ആകാശത്തിലെ പക്ഷികൾ അതിന്റെ നിഴലിൽ വസിപ്പാൻ തക്കവണ്ണം വലുതായ കൊമ്പുകളെ വിടുന്നു. ആ ഒടുവിലത്തെ പദം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ആകാശത്തിലെ പക്ഷികൾ അതിന്റെ നിഴലിൽ വസിപ്പാൻ തക്കവണ്ണം വലുതായ കൊമ്പുകളെ വിടുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ആകാശത്തിലെ പക്ഷികൾ അതിൽ വസിക്കുന്നു അല്ലെങ്കിൽ വസിച്ചു എന്ന് പറയുന്നത് തിന്മയുടെ അധിനിവേശം ദൈവസഭയ്ക്കകത്ത് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചതിനെ സംബന്ധിച്ച് കർത്താവ് പറഞ്ഞ ഭാഗമാണെന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. തിന്മയുടെ അധിനിവേശം ദൈവരാജ്യത്തിൽ ദൈവസഭയിൽ കടന്ന് കൂടാനുള്ള പ്രധാന കാരണം മർക്കോസ് ഒരു പദം അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നിഴലിൽ വസിപ്പാൻ തക്കവണ്ണം വലുതായ കൊമ്പുകളെ വിടുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. മറ്റ് രണ്ട് സുവിശേഷങ്ങളിലും അതിന്റെ വളർച്ചയെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ കൊമ്പുകളുടെ വളർച്ചയെക്കുറിച്ച് മർക്കോസ് മാത്രമാണ് ഇത്ര വ്യക്തതയോടെ പറയുന്നത്. കൊമ്പിന്റെ അസ്വാഭാവികമായ അല്ലെങ്കിൽ പ്രകൃതി വിരുദ്ധമായ കൊമ്പിന്റെ വളർച്ചയാണ് പക്ഷിമൃഗാദികൾ അതിൽ കൂടുവയ്ക്കത്തക്ക നിലയിലേക്ക് ഉള്ള ലോക സാഹചര്യങ്ങൾ അതിൽ സൃഷ്ടിക്കപ്പെടുന്നത് എന്നാണ് നമുക്ക് അവിടെ നിന്ന് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ, ദൈവസഭയോടുള്ള ബന്ധത്തിൽ ആത്മീയ ശുശ്രൂഷകളിൽ പ്രയോജനപ്പെടേണ്ടതിനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഭക്തന്മാരോ ശുശ്രൂഷകന്മാരോ ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ് കർത്താവ് അതിലൂടെ നമ്മെ ഓർപ്പിക്കുന്നത്. ഓരോരുത്തർക്കും ലഭ്യമായിരിക്കുന്ന താലന്തുകൾ ആദ്യകാലങ്ങളിൽ വേണ്ട വിധം പ്രയോജനപ്പെടുത്തി തോട്ടത്തിൽ ചുവടുറപ്പിക്കുവാൻ ബന്ധപ്പെടും. ദൈവകൃപയുടെ അടിസ്ഥാനത്തിൽ പ്രാപിക്കുന്ന വളർച്ച ദൈവ പദ്ധതിയിൽപ്പെടാത്ത കൊമ്പുകൾക്ക് രൂപം നൽകുവാൻ പലപ്പോഴും സാഹചര്യങ്ങൾ ഒരുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ, മനസ്സിലാകാവുന്ന ഭാഷയിൽ ഞാൻ ഒറ്റവാക്കിൽ പറഞ്ഞാൽ, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കും ദൈവരാജ്യത്തിന്റെ വ്യാപനത്തിനും വേണ്ടി ദൈവം വിശ്വാസികൾക്കാണെങ്കിലും കർത്തദാസന്മാർക്കാണെങ്കിലും നൽകുന്ന താലന്തുകളും കൃപകളും കൃപാവരങ്ങളും ഒക്കെ നാം അനുദിനം ഉപയോഗിച്ചുകൊണ്ടിരിക്കേണ്ടവരാണ്. പക്ഷെ ഈ ഉപയോഗം പല നിലകളിലുമുള്ള അസ്വാഭാവികമായ വളർച്ചയിലേക്ക് പലപ്പോഴും നമ്മെ കൊണ്ടുപോകും. ഇപ്പൊ കൃപാവരങ്ങളിൽ ഏറ്റവും വളർച്ച ഉളവാക്കുന്ന ഒന്നാണല്ലോ ഇനി അപ്പോസ്തോലിക ശുശ്രൂഷയാണെങ്കിലും പ്രവചനമാണെങ്കിലും രോഗശാന്തിയൊക്കെ ആണെങ്കിലും ഭൂതശാന്തിയൊക്കെ ആണെങ്കിലും അത് നമുക്ക് നൽകുന്ന
നമുക്ക് കർത്താവ് തരുന്ന കൃപകളും കൃപാവരങ്ങളും ഒക്കെ കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യം. ഇപ്പൊ ശിഷ്യന്മാർക്ക് അധികാരങ്ങളും ശുശ്രൂഷകളും ഫലമേൽപ്പിച്ചിട്ട് കർത്താവ് പറഞ്ഞൊരു പദമുണ്ട്: നിങ്ങൾക്ക് സൗജന്യമായി ലഭിച്ചത് നിങ്ങൾ സൗജന്യമായി മറ്റുള്ളവർക്ക് നൽകണം, അല്ലെങ്കിൽ ചെയ്യണം. ശിഷ്യന്മാരൊരിക്കലും അത് പണം സമ്പാദനത്തിനായിട്ടോ അവരുടെ മറ്റുള്ളവരുടെ ഇടയിൽ പ്രശസ്തിയോ പ്രതാപമോ എടുക്കുവാനായിട്ട് അപ്പോസ്തലിക കാലഘട്ടത്തിലെ ഒരു ശിഷ്യന്മാരും അവർക്ക് ലഭിച്ച അധികാരങ്ങളോ ശുശ്രൂഷകളോ കഴിവുകളോ താലന്തുകളോ ഒന്നും വിനിയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് സഭയുടെ പ്രാരംഭകാലങ്ങളിലെ വളർച്ചയ്ക്കനുസരിച്ച് അത് സഭയ്ക്ക് പ്രയോജനപ്പെട്ടതേ ഉള്ളൂ. പക്ഷെ ഇന്ന് നമുക്ക് ലഭിക്കുന്ന കൃപകളോ കൃപാവരങ്ങളോ താലന്തുകളോ ഒക്കെ ഉപയോഗത്തിന്റെ വ്യാപ്തി അനുസരിച്ച് പലപ്പോഴും ദൈവരാജ്യത്തിനും ദൈവസഭയ്ക്കും ദോഷങ്ങളായിട്ടല്ലേ മാറിയിട്ടുള്ളതെന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഏതൊരു വ്യക്തിയുടെ ശുശ്രൂഷയുടെ പ്രാരംഭ കാലങ്ങളിലും പ്രാരംഭ നാളുകളിലും കർത്താവിന്റെ കാൽച്ചുവടുകളിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് അവര് വളർച്ച ആഗ്രഹിക്കുകയും വളരുകയും ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ കുറെ കഴിയുമ്പോൾ എന്താണെന്നറിയാമോ, വളർച്ചയുടെ കൊമ്പുകൾ അതിരുവിട്ടും പരിധി വിട്ടും നീളാൻ തുടങ്ങും. ഞാൻ പറയുന്ന വാക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്നുള്ളത് മനസ്സിലാക്കും. കൊമ്പുകൾ ഇപ്പൊ നമുക്കറിയാം ഏതൊരു വൃക്ഷത്തിനും കൊമ്പുകളുണ്ടല്ലേ. ഒരു വൃക്ഷത്തിന്റെ വളർച്ചയ്ക്ക് ആനുപാതികമായിട്ടേ കൊമ്പുകൾ വളരാൻ പാടുള്ളൂ. ഇപ്പം ഉദാഹരണം ഞാൻ പറയാം. റബ്ബർ തൈ ഒക്കെ നട്ടിട്ടുള്ളവരും കൃഷി ചെയ്തിട്ടുള്ളവരൊക്കെ നമ്മളല്ലേ, ഒരു തൈ കുഴിച്ചു വെച്ചാല് നമ്മള് ആ തൈയുടെ ചുറ്റുപാടിൽ ഇങ്ങനെ മിക്ക ദിവസങ്ങളിൽ നടക്കും. ചില പുതിയ ശാഖ വരുന്ന കൊമ്പുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഓടിച്ചു കളയാറുണ്ട്. എന്തിനു വേണ്ടി എന്ന് ചിന്തിച്ചാല് അത് കുറെ താഴെ വെച്ചത് പടർന്ന് പന്തലിച്ച് വളരാൻ ഒരിക്കലും ഒരു റബ്ബർ തൈ അനുവദിച്ചാൽ അതിൽ ഒരുപാട് ടാപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതൊടിച്ചു കളയും അതിന്റെ വളർച്ചയിൽ. അതിനെ ഒറ്റ തടിയായിട്ട് കുറെ മുകളിലോട്ട് വളർത്തിയതിനു ശേഷമാണ് ഒരാളോ ഒന്നരയാളോ ഹൈറ്റിൽ അത് വളർന്നു കഴിയുമ്പോഴാണ് പിന്നെ അതിനെ ശാഖയായിട്ട് വളരാനായിട്ട് നമ്മൾ അനുവദിക്കുക. കാരണം എന്താ, ഓരോരോ വൃക്ഷത്തിനും ഓരോരോ ചെടിക്കും അതിന്റെ ആനുപാതികമായ രീതിയിൽ അതിന്റെ കൊമ്പുകൾ വളരുന്നത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് വൃക്ഷം കൊണ്ട് പ്രയോജനമില്ലാതെ പോകും. തേക്ക് നമ്മളൊക്കെ പറമ്പിൽ നടുന്നവരല്ലേ, തേക്ക് നട്ടാൽ ഇത് തന്നെയാണ് നമ്മൾ ചെയ്യും. അതിനെ മാക്സിമം ഒറ്റത്തടിയായിട്ട് വിടാനായിട്ട് നമ്മൾ നോക്കും. ഇല്ലെങ്കിൽ അത് ശാഖ പിരിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരുമിച്ച് വണ്ണം വെക്കേണ്ട മരം വണ്ണം വെക്കാതെ ശാഖകൾക്ക് വണ്ണം വിഭാഗിക്കപ്പെടുമ്പോൾ നല്ലൊരു ഉരുക്ക് അല്ലെങ്കിൽ നല്ലൊരു ഉരുപ്പിടി കിട്ടാതെ. അപ്പൊ ഏതൊരു വൃക്ഷത്തിന്റെയും ഏതൊരു സസ്യത്തിന്റെയും വളർച്ചയ്ക്ക് അനുപാതികമായിട്ട് വേണം അതിന്റെ കൊമ്പുകൾ വളരാനായി. അപ്പൊ അതിന് അനുയോജ്യമല്ലാത്ത രീതിയിൽ അസ്വാഭാവികമായിട്ട് കൊമ്പുകൾ വളർന്നാൽ പ്രശ്നം എന്താണ്, കണ്ട അനാവശ്യമായ എല്ലാം വന്ന് അതിനകത്ത് എന്ത് ചെയ്യും, ചേക്കേറാനുള്ള അവസരങ്ങൾ ഒരുക്കപ്പെടുമെന്നാണ് കർത്താവ് ഇവിടെ നമ്മെ പഠിപ്പിക്കുന്ന പാഠം. അപ്പൊ ഇവിടെയും ഈ കടുകിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോഴും അതെന്താണ്, അതിന്റെ കൊമ്പുകൾ അസ്വാഭാവികമായിട്ട് വളരുക. അതിന്റെ കൊമ്പുകളുടെ വളർച്ച അസ്വാഭാവികമായ രീതിയിൽ സ്വാഭാവിക നിലവാരത്തിനപ്പുറത്ത് അത് വളർന്നപ്പോൾ ആകാശത്തിലെ പറവകളും പക്ഷിമൃഗാദികളും ഒക്കെ അതിൽ കൂടുകൂട്ടാനായിട്ടുള്ള അവസരമുണ്ടായി. കീഴെ നാനാവിധ മൃഗങ്ങൾ വന്ന് വിശ്രമിക്കുവാനും ഒക്കെ വന്ന സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകം ഒരു മിനിറ്റ് രാജ്യം എന്ന് പറയുന്നതോ ദൈവസഭ എന്ന് പറയുന്നതിനോ അതിന്റെ വളർച്ച എന്ന് പറയുന്നത് ശുശ്രൂഷകന്മാരിലും അതുപോലെ തന്നെ ദൈവമക്കളുടെ കയ്യിൽ അവരിലൂടെയാണ് ദൈവസഭ വളരുന്നത്, ദൈവരാജ്യത്തിന്റെ വളർച്ച എന്ന് പറയുന്നത്. അപ്പം ആ വളർച്ചയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്ന ആളുകളിൽ അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്നതാണ് നമുക്ക് തന്നിരിക്കുന്ന കഴിവുകൾ, നമുക്ക് തരുന്ന താലന്തുകൾ.
നമുക്ക് തരുന്ന കൃപാവരങ്ങൾ ഇതെല്ലാം ദൈവസഭയുടെ വളർച്ചയ്ക്കും ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്കും അല്ല നമ്മുടെ പോക്കറ്റ് നിറയ്ക്കാൻ വേണ്ടിയിട്ടാണോ ഇതൊക്കെ കർത്താവ് തരും അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് തരുന്നത്? അത് ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്കും സഭയുടെ വ്യാപനത്തിനും സഭയുടെ വ്യാപ്തിക്കും വേണ്ടിയാണ്. എപ്പോഴും നമ്മൾ ആലോചിച്ചൊക്കെ ഈ കൃപാവരങ്ങളെ കൊണ്ട് പണം ഉണ്ടാക്കാനായിരുന്നെങ്കിൽ പൗലോസൊക്കെ എന്തുമാത്രം കോടികൾ സമ്പാദിച്ചതിനുമായി. പത്രോസൊക്കെ അല്ലേ, നമ്മൾ ആലോചിച്ചാൽ തന്നെ ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കുന്നത് നിഴല് തട്ടിയാൽ പോലും സൗഖ്യം പ്രാപിക്കുമല്ലേ. പൗലോസിന്റെ തോളെ കിടക്കുന്ന സാധനം കൊണ്ടുപോയി ആരുടെ മേത്തിട്ട സൗഖ്യം പ്രാപിക്കുന്നു ആലോചിച്ച് നോക്കിയേ. അപ്പം ആ ശരീരത്ത് ഇടുന്ന വസ്ത്രം പോലും ഒരാളുടെ ശരീരത്ത് വീണാൽ സൗഖ്യം പ്രാപിക്കുമെങ്കിൽ അതൊരു ബിസിനസ് ആക്കി മാറ്റി എത്ര കോടി കൊയ്യാമായിരുന്നു അവർക്ക്. അവരാരും ഒന്നും ചെയ്തില്ല. അതൊക്കെ അവര് സുവിശേഷത്തിന്റെ വ്യാപ്തി, ദൈവസഭയുടെ വളർച്ച, ദൈവരാജ്യത്തിന്റെ പുരോഗതി, അതിന്റെ വളർച്ച, അതിന്റെ നിലനിൽപ്പ്, അതിനുവേണ്ടി മാത്രമാണ് അവരുടെ കഴിവുകൾ, അവരുടെ കൃപകൾ, അവരുടെ കൃപാവരങ്ങളെ അവരെന്ത് ചെയ്തത്? വിനിയോഗിച്ചു. ഇന്ന് ദൈവരാജ്യത്തിന്റെ വ്യാപനത്തിനു വേണ്ടി രചിക്കേണ്ട കഴിവുകളോ സമയങ്ങളോ കൃപകളോ കൃപാവരങ്ങളോ ഒക്കെ എന്താണ് നമ്മള് ദുർവിനിയോഗമായിട്ട് മാറുന്നതിന് കാരണം ഇതിന്റെ ശുശ്രൂഷയിലാണെങ്കിലും കൃപകളിലാണെങ്കിലും അത് വർദ്ധിച്ച് പെരുകിയപ്പോൾ അതിന്റെ കൊമ്പുകൾ എന്ത് ചെയ്തു? അതിര് വിട്ട് നീളം വെച്ചു. അതിര് വിട്ട് നീളം വെച്ചത് ലോകം ഇതിനകത്തേക്ക് കയറി വരാനുള്ള ചാനലായിട്ട് എന്ത് ചെയ്തു? മാറി എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമായിട്ട് കർത്താവ് നമ്മെ ഓർപ്പിക്കുക. ഇപ്പൊ ലഭ്യമായിരിക്കുന്ന താലന്തുകൾ ആദ്യകാലങ്ങളിൽ വേണ്ട വിധം പ്രയോജനപ്പെടുത്തി തോട്ടത്തിൽ തന്നെ ചുവടുറപ്പിക്കുവാനായിട്ട് എല്ലാവരും ശ്രമിക്കും. കുറെ അങ്ങോട്ട് കഴിഞ്ഞു കഴിയുമ്പോൾ തോട്ടമൊക്കെ വിട്ട് മറ്റുള്ളവന്റെ തോട്ടത്തിലേക്കും അതിന്റെ കൊമ്പുകൾ കയറാനായിട്ട് പോകും, അതിന് വിട്ടുപോകും. അല്ലെ, നമ്മള് നാട്ടിലൊക്കെ പല അയലോകക്കാരുടെയും പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മുടെ പറമ്പിൽ നട്ട പല മരത്തിന്റെയും ചുവട് മാത്രമേ നമ്മുടെ പറമ്പിലുള്ളൂ, ബാക്കി മുഴുവൻ നിൽക്കുന്നത് മറ്റവന്റെ പറമ്പിൽ. എത്രയോ ആളുകൾ പ്രശ്നം ഉണ്ടാക്കുന്നു, എത്രയോ ഇടങ്ങളിൽ അതിന് വേണ്ടി കലഹം ഉണ്ടാകുന്നു, എത്രയോ പേര് പഞ്ചായത്തിൽ കൊണ്ടുപോയി പരാതി കൊടുത്തിട്ട് പോലീസും പഞ്ചായത്തും വന്ന് മുറിപ്പിക്കില്ല. എന്തെല്ലാം പ്രശ്നങ്ങളാണ്. കാരണം എന്താ? നമ്മുടെ പറമ്പിൽ ഒതുങ്ങി നിൽക്കേണ്ടത് നമ്മുടെ പറമ്പിൽ ഒതുങ്ങി നിന്നെങ്കിൽ മാത്രമേ നമുക്കും പ്രയോജനമുള്ളൂ, മറ്റൊരാൾക്ക് അതുകൊണ്ട് ശല്യം ഉണ്ടാകാതിരിക്കട്ടെ. ഇപ്പൊ വളർച്ച എന്ന് പറയുന്നത് അതതിന്റെ നിലവാരത്തിൽ വളർന്നില്ലെങ്കിൽ, കൊമ്പുകൾ അതിര് വിട്ട് വളർന്നാൽ അത് ദൈവരാജ്യത്തിന് ഗുണമല്ല, ദോഷം മാത്രമേ സംഭവിക്കൂ. അതാ കർത്താവ് ഇവിടെ നമ്മെ പഠിപ്പിക്കുന്ന പാഠം. ദൈവങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രാപിക്കുന്ന വളർച്ച ദൈവിക പഥയിൽ പെടാത്ത കൊമ്പുകളെ രൂപം നൽകുവാൻ പലപ്പോഴും പ്രേരിപ്പിക്കും. ഈ കൊമ്പുകൾ പലപ്പോഴും അതിര് വിട്ടുപോകും. നമുക്കറിയാം പല കാര്യങ്ങളും ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്കും വ്യാപ്തിക്കും അത് നല്ലതാണ്. ഞാൻ പറയുന്നത് വിമർശനമല്ല, ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. സുവിശേഷത്തിന്റെ വ്യാപ്തിയോടുള്ള ബന്ധത്തിൽ നമ്മൾ എന്തെല്ലാം ആദ്യ സ്ഥാപനങ്ങൾ നടത്താറുണ്ട്. ബൈബിൾ കോളേജുകൾ, സെമിനാരികൾ, ഇതൊക്കെ നല്ല വിധമൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ ദൈവവചനം പഠിച്ചത്, അല്ലേ? അതുപോലെ തന്നെ ഓർഫണേജുകള്, അതുപോലെ തന്നെ പിന്നെ വൃദ്ധസദനമാണല്ലോ ഓർഫണേജ് എന്ന് പറയും. അതുപോലെ തന്നെ അനാഥശാലകള്, പല ട്രെയിനിങ് സെന്ററുകൾ, തയ്യൽ പരിശീലന കേന്ദ്രം, ഇങ്ങനെ പലവിധ കാര്യങ്ങളും ദൈവരാജ്യത്തിന്റെ വ്യാപനത്തിനും വ്യാപ്തിക്കും വളർച്ചയ്ക്കും വേണ്ടി ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്ന് പല ആ ലക്ഷ്യത്തോട് തുടങ്ങിയ പല സ്ഥാപനങ്ങളും ഇന്ന് ദൈവരാജ്യ വ്യാപ്തി അല്ല, ദൈവരാജ്യത്തിന് നാണക്കേടായി തീർന്ന നിലയിൽ അത് വളർന്നേക്കുന്നു. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു കാണും, കേട്ട് കാണും, ഫേസ്ബുക്കിനകത്ത് ഒരു ബൈബിൾ കോളേജിന്റെ ഗേറ്റും മതിലും പണിതുപോയതിനെ കുറിച്ചുള്ള വിമർശനം, അല്ലേ? കാരണം എന്താ? ജയിലിനെക്കാട്ടിലും വലിയ വലിപ്പത്തിലാണ് ബൈബിൾ കോളേജിന്റെ മതിലും ഗേറ്റും നിർമ്മിച്ചിരിക്കുന്നത്, ലക്ഷങ്ങൾ മുടക്കി. അപ്പൊ ഇതിന്റെ വളർച്ചയെല്ലാം എന്താണ്? അതിര് ലംഘിക്കപ്പെട്ടു പോകുമ്പോൾ ദൈവരാജ്യത്തിന് മഹത്വമോ സുവിശേഷത്തിന്റെ വ്യാപ്തിയോ അല്ല, മറിച്ച്
നേരെ ഇതിന് ദോഷമായിട്ടാണെന്ന് വരുന്നത്. അപ്പം വളർച്ച ഒരു പരിധിക്കകത്ത് നിൽക്കുന്നത് എപ്പോഴും നല്ലത് അല്ലെ. അതിന് ഒരു മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഉദാഹരണം ഞാൻ പറയാം. വായനാശീലം നല്ലതാണ്. ഇതര പുസ്തകങ്ങളും വായനോത്സവവും അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള പുസ്തകങ്ങളൊക്കെ നന്നായി വായിക്കുന്നുണ്ട്. പക്ഷെ ഒരുപാട് വായിച്ചാലുള്ള ദോഷത്തെ കുറിച്ച് വേദോസവും പറയുന്നു. ഒത്തിരി വായിക്കുന്നത് ദോഷമാണെന്ന് ബൈബിളും വന്നിട്ടുണ്ട്. വായിച്ച് പഠിച്ച് മുതുഭ്രാന്തായ അല്ലെങ്കിൽ നല്ല 10 പൈസ കുറവുള്ള 15 പൈസ കുറഞ്ഞവരായിട്ട് മാറിയിട്ടില്ലേ പലരും. വായിച്ചും പഠിച്ചും പിന്നെ വിവരക്കേടും അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളൊക്കെ പിന്നെ പറഞ്ഞു തരും. വായന നല്ലതാണ്, പക്ഷെ അതിന്റെ ഒരു അതിര് കടന്നു പോയാലോ അതും പ്രശ്നം. ആഹാരം നല്ലതാ അല്ലേ. ആഹാരം കഴിക്കുന്നത് പരിധി വിട്ടാലോ അത് അപകടം, അത് അസുഖങ്ങൾക്കും ഒരുപാട് രോഗങ്ങൾക്കും കാരണമാകും. വണ്ണം നല്ലതാ അത്യാവശ്യമൊക്കെ, പക്ഷെ അധികമായാലോ ഇല്ലാത്ത രോഗങ്ങളെല്ലാം എന്ത് ചെയ്യും ഉണ്ടാക്കി. നമ്മൾ പറയാറില്ലേ, അധികമായാൽ അമൃത് എന്താണ് വിഷമാണെന്ന് പറയാം. ഇപ്പൊ ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് പ്രയോജനപ്പെടുന്നവർ അതിരുവിട്ട് വളർന്നു പോയാലും എന്താണ്, ലോകവും ലോകമയത്വവും ആ വളർച്ചയ്ക്ക് അകത്തോട് എന്ത് ചെയ്യും, ദൈവരാജ്യത്തിനകത്തേക്ക് കയറി വരും എന്നാണ് കർത്താവ് പറഞ്ഞു വരുന്നതിന്റെ സാരാംശം. അപ്പൊ വളർച്ചയെ ശ്രദ്ധിക്കേണ്ടതും നിലനിർത്തേണ്ടതും സൂക്ഷിക്കേണ്ടതും അത്യന്താപേക്ഷിതം. ഞാനൊരു ഉദാഹരണം കൂടെ പറയാം. സാമ്പത്തിക വളർച്ചയാണെന്ന് നമ്മുടെ വിഷയം. സാമ്പത്തിക വളർച്ച ക്രമാതീതമായാൽ എന്താ അല്ലെ. ഈ ആത്മീയതയൊക്കെ നമുക്ക് ഒരു പരിധി വരെ ആത്മീയമായിട്ട് വളരുന്നത് നല്ലത്. പക്ഷെ പരിധി വിട്ട് ഈ ആത്മീയം വളർന്നാലും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒത്തിരി അങ്ങ് ആത്മീയത കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കണ്ടിട്ടില്ലേ, ചിലര് ആത്മീയതയിൽ ഒരുമാതിരി മുഴുവട്ട് പിടിച്ചവരെ പോലെ പ്രവർത്തിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ആള്. അത് ആത്മീയ മൂത്തിട്ട് നമ്മൾ പറയാം, ആത്മീയ മൂത്തവര് ഭ്രാന്തായെന്ന് പറയാം. എല്ലാം അതിന്റെ വളർച്ചയുടെ തലത്തിനകത്ത് ഒതുങ്ങി നിന്നാൽ എല്ലാം എന്താണ് നല്ലതാണ്, അത് പ്രയോജനപ്പെടും. പക്ഷെ തലം മാറി ഇത് വളർന്നാലും എന്താണ് ദോഷം. ഇത് നമ്മള് ഒത്തിരി ദൈവദാസ, പ്രത്യേകിച്ച് ബെന്നിഹിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്, കേട്ടിട്ടുണ്ട്. ശുശ്രൂഷയിൽ താൻ ഒരുപാട് പ്രയോജനപ്പെട്ട് കഴിഞ്ഞപ്പോൾ വളർന്ന് അതിന്റെ വളർച്ചയുടെ തലം അതിര് വിട്ടപ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാമോ? ദുരുപദേശം കയറുക. അവസാനം ചാവുന്നതിന് മുമ്പ് ഇപ്പൊ ക്ഷമയൊക്കെ പറയേണ്ടതായിട്ട് വന്നു. ഇത്രയും നാള് ഞാൻ ജനത്തെ വഞ്ചിക്കുകയായിരുന്നു, പറ്റിക്കുകയായിരുന്നു എന്നൊക്കെ പറയേണ്ടി വന്നു. ഇന്ന് അതേ രീതിയിൽ മലയാളി സമൂഹത്തിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ന് വരെ ക്ഷമ പറയാൻ അവർക്ക് തയ്യാറായിട്ടില്ല. അവര് ജനത്തെ വഞ്ചിക്കുകയാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. കാരണം അതുപോലത്തെ ദുരുപദേശങ്ങളാണ് വളർച്ച അങ്ങോട്ട് ഒരുപാടായപ്പോൾ, ഒരുപാട് അങ്ങോട്ട് വളർന്നപ്പോൾ പിശാചിതിനകത്തൂടെ കയറിയതൊന്നും അവര് മനസ്സിലാക്കുന്നു. പറയുന്നതൊക്കെ ദുരുപദേശങ്ങളാണ്, ദൈവരാജ്യത്തിന്റെ വിരുദ്ധമായ കാര്യങ്ങളാണ്, ദൈവസഭയുടെ ഉപദേശങ്ങൾക്ക് റോങ് ആയിരിക്കുന്ന കാര്യങ്ങളാണ്. വളർച്ച എന്ന് പറയുന്നത് അത് അറിവിലാണെങ്കിലും അതിര് കടക്കുമ്പോൾ ദൈവരാജ്യത്തിന് ഗുണമല്ല, ദൈവസഭയ്ക്ക് ഗുണമല്ല, അത് ദോഷമാണ്. അതുകൊണ്ട് വേദോഷമാണ്. ഒരുപാട് പഠിക്കുന്നത് നല്ലതല്ലെന്നാണ് ശലോമോൻ പറയുന്നത്. ഒത്തിരി പഠിക്കുന്നത് നല്ലതല്ല. ചിലർക്കൊക്കെ അറിയാവുന്ന അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി അധ്യാപകരെ പരിചയമുണ്ട് അല്ലെ. അവര് പഠിച്ച് ബുദ്ധിയിൽ ഒരുപാട് പഠിച്ചു കഴിഞ്ഞ് ഒരു 10-25 പൈസയൊക്കെ അവർക്ക്, അല്ലെങ്കിൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ ചില നെട്ടും ബോൾട്ടും ലൂസായി പോയ ആളുകൾ. അത് പഠിച്ച് ഒരുപാട് പഠിച്ചതിന്റെ ഒരു തലമുണ്ട്. ആ തലം വിട്ടുപോയാൽ ഇതെല്ലാം ദോഷമാണ്. സെക്കുലർ വിദ്യാഭ്യാസമാണെങ്കിൽ അത് തന്നെയാണ്, ആത്മീയ പഠനമാണെങ്കിൽ അത് തന്നെയാണ്. കാരണം എന്തറിയാമോ, നമ്മൾ പിന്നെ തെറ്റ് പറയുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റാറുണ്ട്. നമുക്ക് ഒത്തിരി അറിയത്തില്ലെങ്കിൽ ശ്രദ്ധിച്ചു നോക്കി, ഒരാളൊരു തെറ്റ് പറഞ്ഞാൽ ഉടനെ മനസ്സിലാവും. നമ്മൾ ഉടനെ അതിനെ ചിലപ്പോൾ ചോദ്യം ചെയ്യും, അല്ലെ അത് തെറ്റാണെന്ന് അന്നേരം. പക്ഷെ ഒത്തിരി പഠിച്ചാൽ പിന്നെ ഏതാ ശരി ഏതാ തെറ്റെന്ന് എന്ത് ചെയ്യത്തില്ല, തിരിച്ചറിയാതെ പോകുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാവും. വളർച്ച നല്ലതാണ്. അപ്പൊ ദൈവസഭയുടെ അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ വളർച്ച ദൈവരാജ്യത്തിലുണ്ട്. പക്ഷെ അത് ക്രമാതീതമായിട്ട്
അതിന്റെ പരിധിക്കപ്പുറത്തേക്ക് അതിനെ വളർത്താനായിട്ട് പരിശ്രമിച്ച് വളർത്തിക്കൊണ്ട് പോകുമ്പോൾ പലപ്പോഴും എന്താണ്, ലോകം ഇതിനകത്തേക്ക് ചേക്കേറാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും ഒരുക്കപ്പെടുമെന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർപ്പിക്കും. ഈ കൊമ്പുകൾ പലപ്പോഴും അതിൽ വിട്ടുപോകും. ആതുരാലയങ്ങൾ, ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അനാഥ മന്ദിരങ്ങൾ, സെമിനാരികൾ മുതലായവയുടെ മറപിടിച്ച് കൊമ്പുകളെ ആളുകൾ എന്ന് നീട്ടിക്കൊണ്ടു പോകുമ്പോൾ ഭയപ്പെടണം. പല സെമിനാരിയുടെ തുടക്കം ബന്ധക്കോസ് ഉപദേശ സത്യങ്ങൾക്ക് വേണ്ടിയാണ്, അല്ലെ? അത് വളർന്ന് 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 കുറെ കൊമ്പ് നീട്ടപ്പോൾ എന്താണ്, പിന്നെ ദുരുപദേശം പഠിപ്പിക്കുന്ന സ്ഥാപനമായി മാറി. അല്ല, ഞാൻ പറയുന്നത് അനുഭവം കൊണ്ടാണ് പറയുന്നത്. പല ഇടങ്ങളെ കുറിച്ചും കേട്ടുകേൾവിയും അറിവും വ്യക്തമായ ധാരണ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഒന്നും അങ്ങനെയല്ല. വളർന്ന് ഇതിന്റെ കൊമ്പുകൾ ഒരുപാട് വളർന്നു കഴിഞ്ഞപ്പോൾ എന്തായി, ദുരുപദേശങ്ങളെ പുറപ്പെടുവിക്കുന്ന സ്ഥാപനങ്ങളായിരുന്നു. ഒരുപാട് ശുശ്രൂഷകന്മാരെ നിങ്ങൾ പഠിച്ചു പോവുകയും വേണ്ട, ഒന്നും വേണ്ട. ഒരു പീഡിയക്കിൽ നിങ്ങൾക്കറിയാലോ, അല്ലെ? ഷിബു പീഡിയക്കിൽ. അദ്ദേഹത്തിന്റെ പ്രാരംഭകാലവും അദ്ദേഹത്തിന്റെ മെസ്സേജുകളൊക്കെ നിന്നും ശ്രദ്ധിച്ചത് പക്ക ആരാണ്? ബന്ധക്കോസ് പാസ്റ്റർ. ഉപദേശങ്ങൾക്ക് വേണ്ടി ബന്ധക്കോസ് ഉപദേശത്തിന് വേണ്ടിയൊക്കെ അറതീർന്ന കാഴ്ചപ്പാടിലും ശുശ്രൂഷയിലും പരസ്യമായിട്ട് യാക്കോബക്കാരെ അദ്ദേഹം വിമർശിച്ച് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. ഇന്നിപ്പോ അദ്ദേഹം ആരാ? ശുശ്രൂഷയിൽ വളർന്ന് ഇന്ന് ബന്ധക്കോസിന്റെ ഏറ്റവും വലിയ ശാപമായിട്ട് മാറി. അതാ നമ്മളെ ഈ വളർച്ച എന്ന് പറയുന്നതിനെ വളരെയധികം സൂക്ഷിക്കണം. വളർച്ചയെ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അത് ഒത്തിരി കാര്യങ്ങൾ വളർച്ചയോടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് ഇതെല്ലാം എന്താണ്, ലോകം, പാപം പലതും നമ്മിലേക്ക് പ്രവേശിക്കാനുള്ള മാധ്യമമായിട്ട് വളർച്ച മാറുമെന്നുള്ളതാണ് കർത്താവ് പറയുന്ന യാഥാർത്ഥ്യം. ഉന്നതന്റെ വ്യക്തമായ ആലോചനയും പഠന വ്യവസ്ഥയും വിട്ടുള്ള പദ്ധതികളെ പ്രോത്സാഹിപ്പിക്കുകയോ വളർത്തുകയോ ചെയ്യുന്നത് തോട്ടത്തെ മലിനമാക്കാനെ ഉപകരിക്കപ്പെടുന്നു. തോട്ടം എന്ന് പറഞ്ഞത് ദൈവ രാജ്യത്തിന് അല്ലെങ്കിൽ ദൈവസഭയെ അത് വളർത്താനല്ല, അത് മലിനമാക്കാൻ മാത്രമേ പ്രയോജനപ്പെടുകയുള്ളൂ. ഉദ്ദേശിച്ചിരിക്കുന്ന അതിര് വിട്ട് വെളിയിലേക്ക് അതിന്റെ കൊമ്പുകൾ വളരുമ്പോൾ അല്ലെങ്കിൽ കൊമ്പുകൾ വളർന്നു പോകുമ്പോൾ ആകാശത്തിലെ പറവകളുടെ ആവാസ കേന്ദ്രമായിട്ട് അത് മാറുമെന്നാണ് യേശു പറയുന്നത്. പറവകളെ, പല പക്ഷികളെയും ഞാൻ പറഞ്ഞു, പാപത്തിന്റെ ചിത്രമാണ്, പിശാചിന്റെ ചിത്രമാണ്, ന്യായവിധിയുടെ ചിത്രം. ഓക്കെ. ആകയാൽ കൊമ്പുകളുടെ വളർച്ച തോട്ടത്തിനുള്ളിൽ ഒതുക്കി നിർത്തി ഉന്നതൻ ഏൽപ്പിച്ചിരിക്കുന്നത് അവന്റെ ലക്ഷ്യത്തിനനുസരിച്ച് പൂർത്തീകരിക്കുക എന്നുള്ളത് ഓരോരുത്തരും ഉറപ്പ് വരുത്തണം. ഉത്തര പറയാം. ആകയാൽ കൊമ്പുകളുടെ വളർച്ച യജമാനന്റെ തോട്ടത്തിനുള്ളിൽ ഒതുക്കി നിർത്തി ഉന്നതൻ ഏൽപ്പിച്ചിരിക്കുന്നത് അവന്റെ ലക്ഷ്യത്തിനനുസരിച്ച് പൂർത്തീകരിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായി പ്രവർത്തിക്കുന്നവരുടെ ഉത്തരവാദിത്വമാണ്. ഇല്ലെങ്കിൽ അന്ത്യഫലം എന്ന് പറയുന്നത് വളരെ ശോചനീയമായി പോകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. വേറെ ലോകം മുഴുവൻ ഇതിനകത്തേക്ക് കയറിയാൽ എന്നാണ് അത് ലോകമായി മാറും. ആത്മീകത ജഡീകതയായി മാറും. ആത്മീകത എന്തായി മാറും? ജഡീകതയായിട്ട്. ഓക്കെ, ഇതാണ് നമുക്ക് ഇതിന്റെ ഈ കടുകുമണിയുടെ ഓരോ അർത്ഥം അല്ലെങ്കിൽ ഒരു തലം നമുക്ക് കാണാൻ കഴിയും. തിരുവനന്തപുരത്തിൽ രണ്ടാമത് കടുകുമണിയെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം കൂടെ ഞാൻ കവിവാചകം പോലെ പറഞ്ഞ ആ സബ്ജക്ട് അവസാനിപ്പിക്കും. നമുക്കറിയാം, യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് പിറവിയിലെ കേൾവിയും സംസാരശേഷിയുമില്ലാത്ത ഒരു ചെറുക്കനെ പ്രാർത്ഥിക്കാനായിട്ട് അവന്റെ മാതാപിതാക്കൾ കൊണ്ടു. ശിഷ്യന്മാര് അവന് വേണ്ടി പ്രാർത്ഥിച്ചു, സൗഖ്യം ഉണ്ടായില്ല. യേശുവിന്റെ അടുക്കൽ ആ മാതാപിതാക്കൾ കൊണ്ടുവന്നു. യേശു ആ കുഞ്ഞിനെ പ്രാർത്ഥിച്ച് സൗഖ്യമാക്കി. അവനിലുണ്ടായിരുന്ന ദുരാത്മാവിനെ പുറത്താക്കി. ആ കുഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി, കേൾക്കാൻ. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഇതൊരു വലിയ ചോദ്യചിഹ്നമായിട്ട് മാറി. ശിഷ്യന്മാർ സ്വകാര്യമായിട്ട് പിന്നീട് യേശുവുമായിട്ട് രാത്രിയിൽ വിശ്രമിക്കുമ്പോൾ
യേശുവിനോട് ചോദിച്ചു, യേശു ഗുരു, ഞങ്ങൾക്ക് എന്തുകൊണ്ട് അതിനെ പുറത്താക്കാൻ കഴിയുന്നില്ല? അവരുടെ പ്രശ്നം കർത്താവ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, നിങ്ങളുടെ അല്പവിശ്വാസമാണ്. വീണ്ടും ശിഷ്യന്മാർ ആവർത്തിച്ച് ചോദിച്ചു, കർത്താവെ, ഞങ്ങളുടെ വിശ്വാസത്തെ എന്ത് ചെയ്യണം? വർദ്ധിപ്പിച്ചു തരണം. യേശു വിശ്വാസം വർദ്ധിക്കാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിന് കർത്താവ് കൊടുക്കുന്ന ഉത്തരത്തിനകത്ത് കടുക് ആണ് വിഷയം. നിങ്ങൾക്ക് കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ അത് സംഭവിക്കും. നിങ്ങൾക്ക് കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞാൽ കടലിൽ പോയി നടുക എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കും. വിശ്വസിക്കുന്നവരാൽ എല്ലാം സാധ്യമാണ്. വിശ്വാസത്തോടെ നിങ്ങൾ പറഞ്ഞാൽ അത് സംഭവിക്കും. ഇത് കർത്താവ് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അവരുടെ സബ്ജക്ട് ചിന്തിക്കണം, കർത്താവെ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം. പക്ഷെ വിശ്വാസം വർദ്ധിക്കാനായിട്ട് കർത്താവ് നിങ്ങൾ 7 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ വിശ്വാസം വർദ്ധിക്കുമെന്ന് പറഞ്ഞില്ല. നിങ്ങൾ 21 ദിവസം അല്ലെ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് വിശ്വാസം വർദ്ധിച്ചോളൂ എന്ന് പറഞ്ഞില്ല. നിങ്ങൾ ന്യായപ്രമാണം അല്ലെങ്കിൽ വചനം നിങ്ങൾ ആവർത്തിച്ച് എന്നും ഒരു 5 അധ്യായം 10 അധ്യായം വെച്ച് വായിച്ച് ധ്യാനിക്കുക, വിശ്വാസം വർദ്ധിക്കുമെന്നല്ല യേശു പറഞ്ഞു. നിങ്ങൾക്കുള്ളത് മുഴുവൻ അങ്ങ് മറ്റുള്ളവർക്ക് ദാനം ചെയ്തേരെ വിശ്വാസം കൂടിക്കോളൂന്നും കർത്താവ് പറഞ്ഞില്ല. വിശ്വാസം വർദ്ധിക്കാനായിട്ട് കർത്താവ് വർദ്ധിപ്പിക്കാനുള്ള മാർഗം ആവശ്യപ്പെട്ടപ്പോൾ കൊടുത്ത ഉത്തരം, നിങ്ങൾക്ക് കടുക് മണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ എന്നാ പറഞ്ഞു. അപ്പൊ എന്താണ് ഈ കടുക് മണിയോളം വിശ്വാസം? അവിടെ എന്താണ് കർത്താവ് അർത്ഥമാക്കിയത്? നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു ചിന്തയാണ്. കടുക് മണിയോളം വിശ്വാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, നമ്മളിവിടെ ഇപ്പൊ വായിച്ച ഈ വാക്യങ്ങളിൽ നിന്നെല്ലാം കടുക് മണി അതിന്റെ വിത്തുകളിൽ ഏറ്റവും ചെറുതാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു കടുക് മണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ മലയെ നീക്കാൻ പറ്റുമെന്നാണ് യേശു പറഞ്ഞത്. സാർ അല്ല, അത് അതിനെ നമ്മൾ ചേർത്ത് വെച്ച് പഠിക്കണം. അന്നേരമാണ് നമ്മൾ ഇപ്പൊ പഠിച്ച വാക്യവുമായിട്ട് ഇതിനെ ചേർത്ത് ചിന്തിക്കേണ്ടത്. കടുക് മണിയുടെ വളർച്ച പോലെ നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾക്ക് വളർത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾ മലയോട് നീങ്ങാൻ പറഞ്ഞാൽ സംഭവിക്കും. ഇതാ കർത്താവ് പറയുന്നു. കാരണം ഇവിടെ നമ്മൾ ഈ ഉപമയ്ക്കകത്ത് നമ്മൾ വായിച്ചെന്താ, ഒരാള് ഒരു വിത്തിൽ വളരെ ചെറിയതാണെങ്കിൽ കടുക് അത് തന്റെ നിലത്ത് എന്ത് ചെയ്തു? നട്ടു. നിലത്ത് നട്ടു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? സാഹചര്യങ്ങൾ അനുകൂലമായി വന്നപ്പോൾ അതെന്ത് ചെയ്തു? വളർന്നു. അത് വളർന്ന് വലിയ വൃക്ഷമായിട്ട് തീർന്നു. നിങ്ങളുടെ വിശ്വാസവും നിങ്ങൾ രക്ഷിക്കപ്പെടുമ്പോഴോ കർത്താവ് എന്റെ അടുക്കൽ വരുമ്പോൾ വന്നപ്പോൾ നിങ്ങൾക്ക് അല്പം കടുക് മണിയോളമേ ഉള്ളൂ നിങ്ങൾക്ക് വിശ്വാസം. നിങ്ങൾ ഇതിനെ ഓരോ ദിവസവും എന്ത് ചെയ്യണമെന്ന് അറിയാമോ? വളർത്തിയെടുക്കണമെന്ന കർത്താവ് പറയാം. കടുക് മണി അത് അസ്വാഭാവികമായിട്ട് വളരുന്നത് പോലെ നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പറഞ്ഞാലും അത്ഭുതങ്ങൾ നടക്കും. നിങ്ങൾ പറഞ്ഞാലും മല നീങ്ങും. നിങ്ങൾ പറയുമ്പോൾ കാട്ടത്തി വേരോടെ പറയും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ചെകിടനായ അല്ലെങ്കിൽ ആ സംസാരശേഷി ഇല്ലാത്തവനായ രോഗി സൗഖ്യം പ്രാപിക്കും. പക്ഷെ അതൊക്കെ സംഭവിക്കണമെങ്കിൽ എന്ത് വേണം? നിങ്ങളുടെ വിശ്വാസം എന്ത് ചെയ്യണം? വളരണം, വളർച്ച പ്രാപിക്കണം. അത് കടുക് വളരുന്നത് പോലെ വളരും. എന്ന് പറഞ്ഞാൽ കടുകിന്റെ വളർച്ച തുടക്കം അല്പമാണ്, പക്ഷെ പിന്നീട് അങ്ങോട്ടുള്ള വളർച്ച അസ്വാഭാവികമാണ്. ഇങ്ങനെ വിശ്വാസത്തെ വളർത്തിയെടുക്കും. വിശ്വാസികളുടെ പിതാവെന്ന് വിളിക്കുന്ന ആളാണല്ലോ അബ്രഹാം. അല്ലെ? അബ്രഹാമിന്റെ ബിഗിനിങ്, തുടക്കം നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം പഠിക്കുന്നു. ഒരു രാത്രിയിൽ അബ്രഹാം തന്റെ ഭവനത്തിലായിരിക്കുമ്പോൾ ദൈവപ്രത്യക്ഷത അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. നാം അത് പുതിയ നിയമത്തിൽ എബ്രായ ലേഖനത്തിലൊക്കെ ആണെങ്കിലും പൗലോസ് അതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതും പറയുന്നതും, മെസൊപ്പൊത്താമ്യയിൽ ഇരിക്കുമ്പോൾ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി അബ്രഹാമിനെ പേർ ചൊല്ലി വിളിച്ചു. അബ്രഹാം ആ ദൈവത്തെ എന്ത് ചെയ്തു? വിശ്വസിച്ചു. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് വീട് വിട്ടിറങ്ങിയത്. ആ വീട് വിട്ടിറങ്ങിയ അന്ന് മുതൽ, അല്ലെങ്കിൽ തേജോമയനായ ദൈവത്തെ കണ്ട നാള് മുതൽ ഓരോ ദിവസവും അബ്രഹാം തന്റെ വിശ്വാസത്തെ വളർത്തിയെടുത്തുകൊണ്ടിരിക്കുക. അബ്രഹാമിന്റെ വിശ്വാസം എവിടെ വരെ വളർന്നു എന്ന് അറിയാനായിട്ടായിരുന്നു 22-ാം അധ്യായത്തിലെ പരീക്ഷ.
തന്റെ വാർദ്ധക്യത്തിൽ 75 വയസ്സിൽ വാഗ്ദത്തം ലഭിച്ച 100ാമത്തെ വയസ്സിൽ ഒരു മകനെ കിട്ടി. അത്രയും കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ തനിക്ക് ലഭിച്ച ഏകജാതനായ മകനെ ദൈവം ആവശ്യപ്പെട്ട കൊടുക്കുമോ, അതിന് തക്കവണ്ണമുള്ള വിശ്വാസം വളർന്നോ എന്ന് ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു. നമ്മൾ 22ാം അധ്യായം തുടങ്ങും. അനന്തരം യഹോവ ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാലെന്ന് പറഞ്ഞുകൊണ്ട് ചാപ്റ്റർ ആരംഭിക്കുന്നു. എന്താ അവിടുത്തെ പരീക്ഷ? അവന്റെ വിശ്വാസത്തെ ദൈവം ഒന്ന് അളക്കുകയാണ്, പരിശോധിക്കുകയാണ്. ആ മകനെ കൊടുക്കാൻ ഒരു മടിയും കാണിച്ചില്ല. കാരണം അത്രത്തോളം എന്ത് ചെയ്തു? വിശ്വാസം വളർന്നു. ആ മകന്റെ ജനനത്തെ കുറിച്ച് പ്രായലേഖനകാരനായ പൗലോസ് പറയുന്നില്ലേ, തന്റെ ഭാര്യയായ സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം നന്നായിട്ട് ഗ്രഹിച്ച അബ്രഹാം വിശ്വസിക്കുകയാണ്, ആ നിർജീവമായ ഗർഭപാത്രത്തിൽ നിന്ന് എനിക്കൊരു മകനെ എന്റെ ദൈവത്തിന് തരാൻ കഴിയും. അതാണ് വിശ്വാസത്തിന്റെ വളർച്ച. തനിക്ക് പുത്രോത്പാദനത്തിന് ശക്തി നിന്നുപോയി എന്ന് തിരിച്ചറിഞ്ഞിട്ടും അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിച്ചു എന്നാണ് പൗലോസ് രേഖപ്പെടുത്തുന്നത്. വേണ്ട, ആ യാഗത്തെ കുറിച്ച് എഴുതുമ്പോൾ എന്താ പറഞ്ഞത്? യാഗത്തെ കുറിച്ച് പൗലോസ് എന്താ പറഞ്ഞത്? തന്റെ മകനെ യാഗം അർപ്പിച്ചാൽ ആ ചാരത്തിൽ നിന്ന് തന്റെ മകനെ എന്റെ ദൈവത്തിന് തിരിച്ചു തരാൻ കഴിയുമെന്ന് അബ്രഹാം ദൈവത്തെ വിശ്വസിക്കും. അങ്ങനെ ആ വിശ്വാസത്തെ വളർത്തി 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 ഒരു പടുവൃക്ഷം വളർന്നു നിൽക്കുന്നത് പോലെ അബ്രഹാം തന്റെ വിശ്വാസത്തെ വളർത്തിയെടുത്തത് കൊണ്ടാണ് അബ്രഹാമിന് ഒരു പദവി ദൈവം കൊടുത്തു, വിശ്വാസികളുടെ പിതാവ്. അല്ലാതെ നമ്മളെ പോലെയൊക്കെ അവിടെ ഇവിടെ വിശ്വസിച്ചിരിക്കുന്നത് കൊണ്ടൊന്നും വിശ്വാസികളുടെ പിതാവാകാൻ പറ്റുമോ? അതാണ് കടുകുമണിക്കകത്തൂടെയും നമ്മൾ രണ്ടാമതായി പഠിക്കുന്ന വലിയ പാഠം. വിശ്വാസത്തെ വളർത്തിയെടുക്കേണ്ടതാണ്. വിശ്വാസത്തെ എങ്ങനെ വളർത്തിയെടുക്കുന്നത്? അത് ദൈവവുമായിട്ടുള്ള നിരന്തര സംസർഗ ബന്ധത്തിലാണ് വിശ്വാസം വർദ്ധിക്കുന്നത്. അത് എങ്ങനെയാ? ദൈവമാണ് വിശ്വാസം ഓരോരുത്തരുടെ അകത്തേക്ക് തരുന്നത്, ഇട്ടുതരുന്നത് അല്ലേ? റോമാലേഖനം 5-ാം അധ്യായം 5-ാമത്തെ വാക്യം അത് നമ്മെ സൂചിപ്പിക്കുന്നില്ലേ? അവിടെ നമ്മൾ വായിക്കുന്നത് റോമാലേഖനം 5-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്, പരിശുദ്ധാത്മാവ് ഓരോരുത്തർക്ക് വിശ്വാസം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്ന്, എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പാത്രത്തിൽ നിന്ന് വെള്ളം എടുത്ത് ഒഴിക്കുന്നത് പോലെ ഓരോരുത്തരുടെ ഹൃദയത്തിലേക്ക് വിശ്വാസം ഇങ്ങനെ ഒഴിച്ചു തരിക. അത് ദൈവമാണ് തരുന്നത്. ആ ദൈവം ഒഴിച്ചു കൊടുക്കാൻ പറയുന്ന എത്ര അളവോ അത്ര അളവാണ് എന്റെ നിങ്ങളുടെയൊക്കെ അകത്ത് ഒഴിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ അകത്ത് ഒഴിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസത്തിനനുസരിച്ച് നമുക്ക് വിശ്വാസമുള്ളൂ. പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നല്ലേ, ഓരോരുത്തര് അവനവന് വിശ്വാസത്തിന്റെ അളവ് പകുത്ത്, അതാണ് ശരിക്കും അതിന്റെ പദം, പകുത്ത് കൊടുത്തിരിക്കുക. എനിക്ക് എത്ര ശതമാനം കിട്ടിയോ അത്രയല്ല ജോസിനുള്ളത്, ജോസിന് എത്ര ശതമാനം കിട്ടിയോ അത്രയല്ല പിന്നെ രാജൻ പാസ്റ്റർക്കുള്ളത്. ഓരോരുത്തർക്കും വിശ്വാസത്തിന്റെ അളവ് ദൈവം പങ്കിട്ട് തന്നിരിക്കുന്നത് വ്യത്യസ്തമാണ്. കാരണം എന്നറിയാമോ? ഓരോരുത്തരുടെയും ദൈവത്തോട് ചേർന്നുള്ള നടപ്പും ജീവിതവും വ്യത്യസ്തമായതുകൊണ്ടാണ്. അതിന് ഏറ്റവും വലിയ തെളിവല്ലേ ഹാനോക്ക്. എബ്രായലേഖനകാരനായ പൗലോസ് ഹാനോക്കിനെ കുറിച്ച് പറയുന്നതും വിശ്വാസത്താൽ അവൻ ദൈവത്തോടുകൂടെ നടന്നെന്ന് വായിക്കും അല്ലേ? ആലോചിച്ച് നോക്കിയേ, 400 കൊല്ലം ദൈവത്തോടുകൂടെ നടന്നതിനനുസരിച്ച് വിശ്വാസം വർദ്ധിച്ചു. വിശ്വാസം അങ്ങ് വളർന്നു, ക്രമാതീതമായിട്ട് അങ്ങ് വളർന്നു. ദൈവത്തോട് കൂടെ നടക്കുന്നു. ദൈവത്തോട് കൂടെ നടക്കുന്ന നടപ്പിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മുടെ പൂർവ്വപിതാവായ ആദമിനെ കുറിച്ച് വായിക്കുന്നു. ദൈവം സന്ധ്യയാകുമ്പോൾ, വെയിലാറുമ്പോൾ തോട്ടത്തിലേക്ക് ഇറങ്ങി വരും. ദൈവവും ആദമും ഒരുമിച്ച് സഞ്ചരിക്കുക, യാത്ര ചെയ്യുക. ഇതുപോലെ ഹാനോക്കും ദൈവവും കൂടെ യാത്ര ചെയ്തുകൊണ്ടിരുന്നു 400 സംവത്സരം. അവരൊരുമിച്ച് യാത്ര ചെയ്യുക, ഒരുമിച്ച് സംസാരിക്കുക, ഒരുമിച്ച് സമയം ചെലവഴിക്കുക. അപ്പൊ അതിനനുസരിച്ച് എന്താണ് വിശ്വാസത്തിന്റെ അളവ്? ഹാനോക്കിന്റെ ഹൃദയത്തിനകത്തേക്ക് ദൈവം എന്ത് ചെയ്തു? അങ്ങനെ കൂടുതൽ കൂടുതൽ ഓരോ ദിവസം കൊടുത്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഒടുവിൽ യഥാർത്ഥമായ ഒരു വിശ്വാസത്തിന്റെ വളർച്ച അവൻ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്നവനെ കർത്താവ് അവനെ തന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി. ദൈവം അവരെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി.
എല്ലാം എന്താണ്? വിശ്വാസത്തിന്റെ വളർച്ചയ്ക്കനുസരിച്ച്. നോഹ ഉദാഹരണം ഇല്ലേ? വിശ്വാസത്തിന്റെ വളർച്ച. അതുവരെ ഇല്ലാത്ത മഴയെ കുറിച്ച് ഒരു കേട്ടറിവ് മാത്രമേ. ദൈവം പറഞ്ഞു മഴ പെയ്യുമെന്നൊരു വാക്ക് അത് ലോകയ്ക്ക് അറിയില്ല. മഴ എന്താണെന്ന് അറിയത്തില്ല. ആരും മഴ പെയ്തിട്ടില്ല ലോകത്ത്. ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങി എന്ത് ചെയ്യായിരുന്നു? കൃഷിയെ നനയ്ക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ വായിക്കുന്നത്. മഴ അതിനു മുൻപ് ഭൂമിയിൽ പെയ്തിട്ടില്ല. ഇന്ന് വരെ കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കാര്യത്തെ കുറിച്ച് ദൈവം പറഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യാണ്? വിശ്വസിക്കുകയാണ്. എന്നിട്ട് ദീർഘനാൾ ആ വിശ്വസിച്ച കാര്യം മറ്റുള്ളവരോട് പ്രസംഗിക്കുക. ഞാനിത് പറയുമ്പോൾ എപ്പോഴും പറയും, നമ്മൾ വിശ്വസിക്കാത്ത ഒരു സബ്ജക്റ്റും മറ്റുള്ളവരോട് പറയാൻ നമുക്ക് യോഗ്യതയില്ല. നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമാക്കാത്ത ഒരു കാര്യവും ഒരു പ്രസംഗത്തിനായി ഉപയോഗിക്കാൻ സത്യത്തിൽ നമുക്ക് യോഗ്യതയില്ല. നോഹിയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴും അതുവരെ ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ദൈവത്തിൽ നിന്ന് ഒരു അരുളപ്പാട് കിട്ടി, താനത് 100% വിശ്വസിക്കും. അതാണ് ആ മനുഷ്യന് ശരിക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചതെന്ന് നമ്മൾ വായിക്കുന്നല്ലേ. ആ ലഭിച്ച കൃപയുടെ അളവിനനുസരിച്ചാണ് വിശ്വാസവും പൗലോസിന്റെ വിശ്വാസം പരിമിതമായിരുന്നു. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൽ ആ വിശ്വാസം പരിമിതമായതുകൊണ്ടാണ് തന്റെ ശരീരത്തിന്റെ ബലഹീനതയ്ക്കായിട്ട് 3 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നത്. 3-ാമത്തെ പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോൾ മറുപടി കിട്ടി, ഞാൻ നിന്നിലേക്ക് കൂടുതൽ എന്റെ കൃപ എന്ത് ചെയ്യും? ഇനി അങ്ങ് തരും. എന്റെ ശക്തിയും നിന്റെ മേല് കൂടുതലായിട്ട് ഞാൻ തരും. പൗലോസ് വിശ്വസിച്ചു, ഏറ്റെടുത്തു. പിന്നെ തന്റെ ബലഹീനതയെ ഓർത്ത് പരിതപിച്ചിട്ടില്ല, പ്രാർത്ഥിച്ചിട്ടില്ല. പിന്നെ താൻ പ്രശംസിക്കുക, ഞാൻ ഇപ്പോഴും എപ്പോഴും ഞാൻ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ കൃപ തന്നിലേക്ക് കർത്താവ് 12-ാം അധ്യായത്തിലെ പ്രാർത്ഥനയോടുകൂടെ കൃപ ധാരാളമായിട്ട് അങ്ങോട്ട് പകർന്നു കൊടുത്തു. ദൈവത്തിന്റെ ശക്തിയും തന്നെ മേൽ അങ്ങോട്ട് കൂടുതൽ വ്യാപരിച്ചു. പൗലോസിന്റെ വിശ്വാസം വർദ്ധിച്ചു. അതുകൊണ്ടാണ് സധൈര്യം കർത്താവിന് വേണ്ടി തല വെച്ചു കൊടുക്കാൻ സന്നദ്ധനായത്. ഞാൻ പറയുന്നില്ലേ ഫിലിപ്പി ലേഖനത്തിൽ, ഞാൻ നല്ല പോർ പൊരുതു, വിശ്വാസം കാത്തു. കാരണം അത് ആ വളർച്ചയ്ക്കനുസരിച്ച് അതിനെ കാത്തു സംരക്ഷിക്കാനും അതിനുവേണ്ടി ജീവിക്കാനും അതിനുവേണ്ടി പ്രാണൻ വെച്ചു കൊടുക്കാനും തയ്യാറാകത്തുള്ളൂ. വിശ്വാസം ഇല്ലാത്തവരൊക്കെ പിന്മാറിപ്പോകും, പിന്തിരിയും. ഇവിടെയും കർത്താവ് പറയുന്നതാണ്, കടുകുമണി വളരുന്നത് പോലെ നിങ്ങളുടെ വിശ്വാസം എന്ത് ചെയ്യണം? നിങ്ങൾ വളർത്തിയെടുക്കണം. അങ്ങനെ വളർച്ച അതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ പത്രോസ്. കർത്താവ് കടലിൽ നടന്നു വരുന്നത് കണ്ടപ്പോൾ പത്രോസ് പടകിലിരിക്കുക. പത്രോസ് ആവശ്യപ്പെട്ട്, കർത്താവേ, നീ ആകുന്നെങ്കിൽ ഞാനും കൂടെ ഈ വെള്ളത്തിലൊന്ന് നീ നടക്കാനായിട്ട് എന്നെ ഒന്ന് കൽപ്പിക്കണം, അനുവദിക്കണം. കർത്താവ് പറഞ്ഞു, ഇറങ്ങ്. പത്രോസ് ഇറങ്ങി. ആദ്യത്തെ കുറച്ച് ചുവടുകൾ യാതൊരു കുഴപ്പമില്ല, നന്നായിട്ട് നടന്നു വെള്ളത്തിൽ കൂടെ. കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ കാറ്റ് കണ്ട് ഭയപ്പെട്ടു. പേടി അകത്തേക്ക് കയറി വന്നപ്പോൾ ഉള്ള വിശ്വാസത്തെ ഭയം നിർവീ. വിശ്വാസം കുറഞ്ഞപ്പോൾ വെള്ളത്തിൽ താഴാൻ തുടങ്ങി. കഴുത്ത് വരെ വെള്ളത്തിലെത്തിയപ്പോൾ നിലവിളിച്ചു. കർത്താവ് കരം കൊടുത്ത് ഉയർത്തി. അടുത്ത ചോദ്യം കർത്താവ് ചോദിച്ചു, അല്പവിശ്വാസി, നീ എന്തിന് സംശയിച്ചു? അപ്പൊ നോക്കിക്കേ, എത്രയുള്ള വിശ്വാസം? അല്പമേ ഉള്ളൂ. ഈ അല്പവിശ്വാസത്തിനകത്ത് സംശയം കൂടെ കയറിയ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഈ സംശയം കൊണ്ടുവന്ന ഭയമാണ്. കാറ്റിനെ കണ്ട് ഭയപ്പെട്ടു. ഭയം അകത്തേക്ക് വന്നപ്പോൾ എന്ത് ചെയ്തു? അത് കുറച്ചുള്ള വിശ്വാസത്തെ കൂടെ അത് ബാധിച്ചു കളഞ്ഞു. അന്നേരം എന്താണ്? നടന്നുകൊണ്ടിരുന്നവൻ ആ നടന്ന പ്രതലത്തിൽ തന്നെ താഴുകയാണ്.
വിശ്വാസം അത്ര കണ്ട് അന്ന് പത്രോസിനെ വളർത്താൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ പെന്തക്കോസ്ത് നാൾ മുതൽ നമ്മൾ പത്രോസിനെ അങ്ങോട്ട് പഠിക്കുമ്പോൾ പത്രോസിന്റെ വിശ്വാസമൊക്കെ വർദ്ധിച്ചു. പരിശുദ്ധാത്മാവിനെയൊക്കെ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ വിശ്വാസമൊക്കെ ക്രമാതീതമായിട്ടുണ്ട് ഇത് വളർന്നു. പിന്നെ ഒരു ധീര യോദ്ധാവിനെ പോലെ ആ പത്രോസിനെയൊക്കെ നമ്മൾ കാണും. മരിക്കാൻ തയ്യാറ് കർത്താവിനെ. ഭയപ്പെട്ട് ഒളിച്ചിരുന്നവരൊക്കെ ധൈര്യശാലികളായിട്ട് പുറത്തു വന്നു. പരിശുദ്ധാത്മാവ് അകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വിശ്വാസം അങ്ങ് വർദ്ധിച്ചു. അപ്പൊ ഇത് ഞാൻ പറഞ്ഞൊരു സാരാംശം എന്താണെന്നറിയുമോ? വിശ്വാസം എന്ന് പറയുന്നത് ഓരോ ദിനവും വളർത്തിയെടുക്കല്, കടുകുമണി വളരുന്നത് പോലെ വളർത്തേണ്ടതാണ്. അങ്ങനെ വളർത്തിയാൽ, അങ്ങനെ വളർച്ച പ്രാപിച്ചാൽ അത്ഭുതങ്ങൾ നടക്കും. മല നീങ്ങാൻ പറഞ്ഞാൽ സംഭവിക്കും. നമ്മളൊക്കെ പറഞ്ഞ നീങ്ങാത്തതിന് കാരണം, ഒന്നും നടക്കാത്തതിന് കാരണം നമുക്ക് ഈ കുറച്ച് വിശ്വാസമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഞാനടക്കം നമ്മുടെ വിശ്വാസവും വേണ്ട വിധത്തിൽ എന്ത് ചെയ്തിട്ടില്ല, വളർന്നില്ല. വളർന്നെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല നമ്മൾ ഇരിക്കുന്നത്, അല്ലേ? നമ്മൾ പറന്ന് നടന്ന് ശുശ്രൂഷിച്ചത്. കർത്താവ് പഠിപ്പിച്ച പാഠമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. വിശ്വാസത്തെ എന്ത് ചെയ്യണം? വളർത്തണം. അത് കടുകുമണി വളരുന്നത് പോലെ സ്വാഭാവികതയിൽ നിന്ന് അസ്വാഭാവികതയിലേക്ക് അത് വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിച്ചാൽ നമുക്ക് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. വലിയ വലിയ ദൈവപ്രവൃത്തികൾ ചെയ്യാൻ കഴിയും. കർത്താവ് പറഞ്ഞു അത് തന്നെയല്ലേ, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങളൊക്കെ നടക്കും, ഞാൻ ചെയ്തതിനും അധികം ചെയ്യും. വിശ്വാസത്തിന്റെ വളർച്ചയ്ക്ക് അനുസരിച്ച് മാത്രമേ സാധ്യമാകുക. ഇപ്പൊ കടുകുമണി നമുക്ക് രണ്ട് രീതിയിലാണ് തിരുവഴുത്തിൽ കാണാൻ കഴിയുന്നത്. വളർച്ച, കടുകിന്റെ വളർച്ച. ഒന്നെന്താണ്? ദൈവരാജ്യത്തോടും ദൈവസഭയോടുമുള്ള ബന്ധത്തില് നമ്മൾ ചിന്തിച്ചു. അത് കൊമ്പ് അതിരുവിട്ട് വളർന്നാൽ ലോകം അതിനകത്തേക്ക് കയറാനുള്ള അവസരങ്ങൾ. രണ്ട്, വ്യക്തിപരമായ ഓരോരുത്തരുടെ ജീവിതത്തില് കടുക് വളരുന്നത് പോലെ വളരാനായിട്ട് വിശ്വാസത്തെ വളർത്തിയെടുക്കാനായിട്ട് കഴിഞ്ഞാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ദൈവപ്രവൃത്തികളും ഒക്കെ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രവർത്തിക്കാനും ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു യാഥാർത്ഥ്യമാണ് ഈ ഉപമയ്ക്കകത്തൂടെ നമുക്ക് രണ്ടർത്ഥത്തിൽ പഠിക്കാനായിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ 5-ാമത്തെ ഉപമ, മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യം, സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം. അല്ലെങ്കിൽ അവരുടെ ചോദ്യമാണ്, സ്വർഗരാജ്യത്തിൽ പുളിപ്പോ? മത്തായി 13:33, ലൂക്കോസ് 13:20-21 വാക്യങ്ങളിലാണ് സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സാദൃശ്യമായിട്ട് പറയും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാൻ ചിന്തിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ക്ലാസ്സിൽ സംബന്ധിച്ച എല്ലാ ദൈവദാസന്മാരുടെ ദൈവമക്കളോടുകൾ എന്റെ ഹൃദയമായ സ്നേഹവും നന്ദി അറിയിക്കുന്നു. പരസ്പരം ഓർക്കാം, പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്ദി. കർത്താവെ നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെടുന്നല്ല ഒരു ക്ലാസ് ഇന്ന് രാത്രി കർത്താവ് നമുക്ക് നൽകി തന്നു. കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കടുകുമണിയോടുള്ള വിശ്വാസം, കടുകുമണിയെ കുറിച്ചൊക്കെ പണ്ട് കാലങ്ങളിൽ വിവിധ നിലകളിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കടുകുമണിയുടെ ആ ഒരു തിക്നെസ് ആണ്, ഒരു ഗ്യാപ്പില്ലാത്തതാണ്. അങ്ങനെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ പണ്ട് കാലത്ത് അപ്പച്ചന്മാരൊക്കെ പറഞ്ഞ് പാസ്റ്റർമാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ആ കടുകുമണിയുടെ ആ ചെറിയ അവസ്ഥയിൽ നിന്നുള്ള ആ ഒരു വലിയ വളരുന്ന വിശ്വാസമാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്നത്.